ഗൈസ് അപ്പോൾ നമുക്ക് നിന്ന് ടർഫ് പോയാലോ? പോയോക്കല്ലേ ഗൈസ്? കളിക്കാൻ വന്നതിനിടയ്ക്ക് പുളി കറക്കുന്ന ഒരുത്തനാണ് കാണുന്നത്. അതെ ഗൈസ്, പുളി കക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ടർഫിൽ വന്നപ്പോൾ എല്ലാ എണ്ണം ഇവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടർഫിൻ്റെ നടുക്കുതാ പന്തലും കാര്യമൊക്കെ ഇട്ട് വെച്ചിന്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഗൈസ് അതൊക്കെ ക്ലിയർ ആയി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കാം, അനന്തെന്ന് ആര് ജയിക്കും? അതെ ഗൈസ്, എന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കും എനിക്കൊരു ഉറപ്പില്ല. അപ്പൊ എന്തായാലും കണ്ടുനോക്കാം. കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ തോമസ്, മെയിൻ പ്ലെയർ. മെയിൻ കമന്റേറ്ററെ കാണിച്ചത് ഗൈസ്. ഇതാണ് മെയിൻ കമന്റേറ്റർ. ഒവാലിനെ പോലെ തൂങ്ങിക്കിടന്ന് കമന്റ് പറയുന്ന ജോ ആണ്. പറന്ന് കിടന്ന് സേവ് ചെയ്യുന്ന അനുവാണ് ഗൈസ് ഇത്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് വേറൊരു ഗോള്, ഗോള് ഗൈസ്. അത് കഴിഞ്ഞുള്ള സെലിബ്രേഷൻ ആണ് ഹൈലൈറ്റ്. അതാണെങ്കിൽ കമന്റ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഏബിൾ ഡെഡായി. പുറകെ തന്നെ ഇബാദും ഓഫായി. അത് കഴിഞ്ഞ് എന്തായാലും മാർട്ടിന് ഇപ്പുറത്തൊരു ഗോൾ അടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ ഒരു ഗോളും കൂടി അടിച്ച്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഒരു തോറ്റ് 11-16. അപ്പോൾ ഗൈസ് ഇന്നത്തെ കളി കഴിഞ്ഞ് അതിൽ ഇതാണ് ഗൈസ് നമ്മളെ ടോപ്പ് സ്കോറർ ആദിൽ ഗൈസ്. അപ്പോൾ കളി കഴിഞ്ഞുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് കാണുന്നത്. ആദിൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.